ഞങ്ങൾ ഒരു വരവ് വരും. ആരാണ് ഈ വൈറൽ ബാബു ആന്റണി? കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബാബു ആന്റണിയെ പോലിരിക്കുന്ന ഈ സഖാവ് ആരാണ്? അദ്ദേഹം അങ്ങനെ കത്തിക്കയറുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഈ ഫുട്ബോൾ ഫൈനൽ നടക്കുന്ന ഇന്ന് രാത്രി 12:30 കരണ്ട് പോയാൽ ഞങ്ങൾ ഒരു വരവ് വരും. അത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഒപ്പം ആൾക്കാരും ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം കത്തിക്കയറുകയാണ്. ബാബു ആന്റണിയെ പോലെ മുടിയും താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ഗതികേടുകാരുടെ ബാബു ആന്റണി, ആരാണ് ഈ പാവങ്ങളുടെ ബാബു ആന്റണി തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് താഴെയുള്ളത്. സോഷ്യൽ മീഡിയയിലെ ഈ വൈറൽ ബാബു ആന്റണി എന്ന് പറയുന്നത് DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KC റിയാസുദ്ദീൻ ആണ്. റിയാസുദ്ദീൻ നടത്തിയ ഒരു KSEBയുമായി ബന്ധപ്പെട്ട അവിടുത്തെ മണ്ണാർക്കാട്ടെ ഒരു ഉപരോധത്തിലെ പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അദ്ദേഹത്തിന് പാർട്ടിക്ക് അതീതമായി വലിയ പിന്തുണ കിട്ടുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ആയിരക്കണക്കിന് പേരാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നു, ആരാണ് ഈ ബാബു ആന്റണിയെ പോലിരിക്കുന്ന ഈ സഖാവ്, ആരാണ് ഇയാൾ എന്ന് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം കട്ട സഖാവാണ്. KC റിയാസുദ്ദീൻ DYFIക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന സഖാവാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഇപ്പോൾ വൈറൽ. മാത്രമല്ല, അദ്ദേഹം പ്രസംഗത്തിനിടയിൽ പറയുന്നത് അർജന്റീന കപ്പടിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരു അർജന്റീന ഫാൻ കൂടിയാണ്. അപ്പോൾ ഈ അർജന്റീന ഫാൻസുകാരും സ്പെയിൻ്റെ ഫാൻസുകാരും ഒക്കെ തന്നെ ഈ ഒരു പ്രസംഗം വലിയ തോതിൽ വൈറലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഏതെങ്കിലും 5 മിനിറ്റ് അല്ല, 1 മിനിറ്റെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വരവ് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ നീട്ടുന്നില്ല, നമ്മുടെ വൈറൽ ബാബു ആന്റണിയുടെ ആ ഒരു പ്രസംഗത്തിലേക്ക്. ഫൈനലിന്റെ ദിവസമൊക്കെ കളി നടക്കുമ്പോഴേക്കാണോ 5 മിനിറ്റിൽ 5 സെക്കൻഡ് കറണ്ട് പോയാ അന്ന് ഞങ്ങൾ ഇങ്ങനെയല്ല വരിക. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഈ നാട്ടിലെ ഫുട്ബോൾ ആരാധകരൊക്കെ ഒരു വരവ് വരും. അത് അത്ര സുഖമുള്ള വരവാവില്ല. നാളെ ലൂസേഴ്സും മറ്റന്നാ ഫൈനലുമാണ്. തർക്കമൊന്നുമില്ല, അർജന്റീന കപ്പടിക്കും. അതിനിപ്പോ ഏത് പ്രതിസന്ധികളെ നേരിട്ടാലും നമ്മൾ മുന്നോട്ട് പോകും. സ്പെയിനല്ല, ഏത് വലിയ ഫ്രാൻസ് ഇല്ല, ഫ്രാൻസ് വരുന്ന അല്ലേ ഇവിടെ അമലവിടെ എല്ലാ പ്രതിസന്ധികളെയും നേരിടും. അർജന്റീന കപ്പടിക്കും. പക്ഷെ എന്ത് വിശ്വാസത്തിലിരിക്കുന്നത്? ആകെ വിശ്വാസം മൊബൈലൊക്കെ ഫുള്ള് ചാർജ് ചെയ്ത് വെച്ചോളി. ഫൈനല് കാണച്ച പവർ ബാങ്ക് കയ്യിലുണ്ടോ? വിശ്വാസം ഉണ്ടോ? അല്ലെങ്കിൽ ചാർജ് ചെയ്ത് വെച്ചോ. ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ എടുത്ത പോസ്റ്റ് ചെയ്ത് കോൺഗ്രസിലെ എടുത്തൻ അവനെ ഇവിടെ ഒരു കുഴപ്പമില്ല, കേരളത്തിലൊരു കുഴപ്പമില്ല. എന്റെ അങ്ങനെ നോക്കുമ്പോ പവർ ബാങ്ക് കുത്തിപ്പിടിച്ചിട്ടാണ് ഇപ്പൊ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യുന്നത്. ഫൈനല് കാണാൻ പറ്റുമോ ഇവര് വരിക്കുമ്പോ? മെസ്സി ഇങ്ങനെ ബോളൊക്കെ വെട്ടിച്ച് ലെഫ്റ്റ് വിങ്ങിൽ ഇങ്ങനെ കയറി പോണതിന്റെ ഇടക്ക് പാസ് കൊടുത്ത അൽവാരസ് അല്ലേ ഹെഡ് കറക്റ്റാക്കളെ കറണ്ട് കണ്ടു പോയാൽ എന്താകും അവസ്ഥ? നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, ഫൈനലിന്റെ ദിവസമൊക്കെ കളി നടക്കുമ്പോഴേക്കാണോ 5 മിനിറ്റിൽ 5 സെക്കൻഡ് കറണ്ട് പോയാ അന്ന് ഞങ്ങൾ ഇങ്ങനെയല്ല വരിക. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഈ നാട്ടിലെ ഫുട്ബോൾ ആരാധകരൊക്കെ ഒരു വരവ് വരും. അത് അത്ര സുഖമുള്ള വരവാവില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.